71 ദിവസങ്ങൾക്ക് ശേഷം ശിരൂർ മണ്ണിടിച്ചിൽ കാണാതായ മലയാളി ട്രക്ക് ഡ്രൈവർ അർജുന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. 2.5 മാസത്തോളം വെള്ളത്തിനടിയിൽ കിടന്നതിനാൽ തന്നെ അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം. മൃതദേഹത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ഘട്ടത്തിൽ പുറത്തെടുത്തിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടെയാണ് അർജുന്റെ ലോറിയുടെ ക്യാബിൻ കണ്ടെത്തിയത്. ക്യാബിൻ ഒരല്പം ഉയർത്തിയപ്പോൾ തന്നെ മൃതദേഹം ഉള്ളിലുണ്ടെന്ന് ലോറി ഉടമ മനാബ് പറഞ്ഞിരുന്നു. അതിനുശേഷം ഡിങ്കി ബോട്ടിൽ SDRF ഉദ്യോഗസ്ഥരെത്തിയാണ് മൃതദേഹത്തിന്റെ ഒരു ഭാഗം പുറത്തെടുത്തത്. ലോറിക്കുള്ളിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് പോകാനുള്ള സാഹചര്യമില്ലായിരുന്നു. അതിനാൽ തന്നെ സ്റ്റിക്ക് ഉപയോഗിച്ച് നീക്കിയാണ് മൃതദേഹത്തിന്റെ ഭാഗം ഡിങ്കി ബോട്ടിൽ എത്തിച്ചത്. മൃതദേഹ ഭാഗങ്ങൾ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റും. അതിനുശേഷം പോലീസ് ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കും. ഫോറൻസിക് DNA പരിശോധന ഫലങ്ങൾ കൂടി പൂർത്തിയാക്കിയ മൃതദേഹം അർജുന്റെ തന്നെയാണോ എന്ന് സ്ഥിരീകരിച്ച ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. ഇത് സംബന്ധിച്ച സാങ്കേതിക നടപടികൾ വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അർജുന്റെ സഹോദരനിൽ നിന്ന് നേരത്തെ തന്നെ DNA സാമ്പിൾ ശേഖരിച്ചിരുന്നു. അതേസമയം മൃതദേഹം അർജുന്റേതാണെന്ന് സഹോദരി ഭർത്താവ് ജിതിനും ലോറി ഉടമ മനാഫും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അർജുനു വേണ്ടി അവസാനം വരെ പോരാടുമെന്ന് തീരുമാനിച്ചിരുന്നുവെന്ന് ജിതിൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അർജുൻ തിരിച്ചു വരില്ല എന്ന സത്യം മാനസികമായി കുടുംബം ഉൾക്കൊണ്ടിരുന്നു. എങ്കിലും അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും എന്തെങ്കിലും കണ്ടെത്തുകയെന്നായിരുന്നു ആഗ്രഹമെന്നും ജിതിൻ പറഞ്ഞു. അതേസമയം അർജുനെ കണ്ടെത്തുമെന്ന് അമ്മയ്ക്ക് വാക്ക് നൽകിയിരുന്നെന്നും ആ വാക്ക് പാലിച്ചുവെന്നും മനാഫ് പറഞ്ഞു. അർജുൻ എന്ത് പറ്റിയെന്ന് കണ്ടെത്തണം എന്നും ആവശ്യപ്പെട്ട തുടക്കം മുതൽ മനാഫ് ഷിരൂരിൽ ഉണ്ടായിരുന്നു. ജൂലൈ 16-നായിരുന്നു ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഈ സമയം ലോറിക്കുള്ളിൽ ഉറക്കത്തിലായിരുന്നു അർജുൻ. കരയിൽ മണ്ണിടിഞ്ഞു വീണെടുത്ത് തുണത്തി തിരച്ചിലൊന്നും അർജുനെ കണ്ടെത്താനായിരുന്നില്ല. പിന്നീടാണ് ഗംഗാവലി പുഴയിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിച്ചത്. കേരളം ഒന്നാകെ അർജുനെ ജീവനോടെ ലഭിക്കാനായി പ്രാർത്ഥനയോടെ കാത്തിരുന്നെന്നും പലരും രക്ഷാപ്രവർത്തനത്തിന് സ്വയം മുന്നിട്ടിറങ്ങി ഷിരൂരിൽ എത്തുകയും ചെയ്തിരുന്നു. ഇതിനിടെ പ്രതികൂല കാലാവസ്ഥയും മറ്റും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. പുഴയിൽ വൻതോതിൽ മണ്ണിടിഞ്ഞതും ശക്തമായ ഒഴുക്കും രക്ഷാപ്രവർത്തന തടസ്സമായി.